ഒഴുകിപ്പോയ വാട്ടർ ടാങ്ക് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ മണർകാട് വെള്ളക്കെട്ടിൽ വീണ യുവാവിൻ്റെ മൃതദേഹവും കണ്ടെത്തി. പറമ്പുകര സ്വദേശി ശരണിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഷിനോജ് എസ്റ്റിയുണ്ട്. ഷിനോജ് ഇന്നലെ കാണാതായി. പിന്നാലെ തിരച്ചിൽ നടത്തുകയായിരുന്നു. അപ്രതീക്ഷിതമായ ദുരന്തം, അപകടമാണ് ആ കുടുംബത്തെ എത്തിയിരിക്കുന്നത്. എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്? മറ്റു വിവരങ്ങൾ എന്താണ്? രതീഷ, ഇന്നലെ വൈകിട്ട് 6:30 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. കോട്ടയം മണർകാട് തിരുവഞ്ചൂർ സ്വദേശിയാണ് ഈ ശരൺ എന്ന് പറയുന്നത്. 35 വയസ്സാണ് പ്രായം. ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ ശരണിൻ്റെ വീട് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒഴുക്കിനനുസരിച്ച്, അത് വെള്ളം വന്ന് ഒഴുക്കിനനുസരിച്ച് ഈ വീടിൻ്റെ മുൻപിൽ വച്ചിരുന്ന ഈ വാട്ടർ ടാങ്കും ഒഴുകിപ്പോയി. ഈ ഒഴുകിപ്പോയ വാട്ടർ ടാങ്ക് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ വീടിന് പുറകിലായുള്ള ഈ വെള്ളക്കെട്ടിൽ ഈ ശരൺ വീഴുകയായിരുന്നു. ഈ ഒരു കൃഷിയുണ്ട്, പയറിൻ്റെയൊക്കെ തന്നെ കൃഷിയുണ്ട്. ഈ പയറിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് കയറൊക്കെ തന്നെ അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കയറിൽ കുരുങ്ങിയതാണ് ഈ മുങ്ങിത്താഴുന്നതിനും ഈ മരണത്തിലേക്കൊക്കെ തന്നെ നയിച്ചതെന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് ശരണിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇന്നലെ ഈ അപകടം നടന്ന സമയത്ത് തന്നെ ഫയർഫോഴ്സും NDRF സംഘം ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലാണ് ശരണിൻ്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. മൃതദേഹം കിട്ടിയ സമയത്ത് തന്നെ ഈ ദേഹത്തുൾപ്പെടെ ഈ കയറ് ചുറ്റിയ അവസ്ഥയിലായിരുന്നു. ഈ കയറ് ചുറ്റിയതാകാം ഈ മരണകാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ശരണിൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷിനോജ് എസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത്.